ഇപ്പോൾ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറയുന്നത് ഒരു ഉപസമിതിയെ വെച്ചിട്ടുണ്ട് എന്നാണ്. ഉപസമിതി എന്താണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? PMC പദ്ധതി എന്നുള്ളത് കടലാസ് പോലെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതിന് പുതുതായി എന്ത് പഠിക്കാനാണ്? പുതുതായി എന്ത് പഠിച്ച് നിർദ്ദേശമാണ് ഇവർ കൊടുക്കാനുള്ളത്? രാജ്യത്തുടനീളം നടപ്പിലാക്കുന്ന ഒരു പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാലയങ്ങളുടെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൻ്റെ തൊട്ടടുത്ത് പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാഹിയിൽ PMC സ്കൂളുകൾ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു. ആ വിദ്യാലയത്തിൻ്റെ അനുഭവം വിദ്യാലയത്തിലെ രക്ഷിതാക്കളും അവിടുത്തെ അധ്യാപകരുമൊക്കെ പരസ്യമായിട്ട് പറയുന്നു. ഇതിനേക്കാൾ കൂടുതൽ എന്ത് വസ്തുതകളാണ് ഇവർക്ക് പഠിക്കാനുള്ളത്? അതുകൊണ്ട് ഇത് ആളുകളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ്. PMC പദ്ധതി പിൻവാങ്ങുന്നതോടുകൂടി കോടിക്കണക്കിന് രൂപ കേരളത്തിൽ നഷ്ടമാവുകയാണ്. ആ നഷ്ടത്തിന് സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടതായിട്ട് വരും. ആ നഷ്ടമെന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള നഷ്ടമാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്നേഹികൾക്കുള്ള നഷ്ടമാണ്, അധ്യാപകർക്കും രക്ഷിതാക്കന്മാർക്കുമുള്ള നഷ്ടമാണ്. അതുകൊണ്ട് ഇതിന് ജനങ്ങളോട് മറുപടി പറയാൻ അവർ നിർബന്ധിതരാകും. ആളുകളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്ന സമീപനം ഈ സർക്കാർ അവസാനിപ്പിക്കണം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കാണാത്ത എന്ത് ന്യൂനതയാണ് സർക്കാരിലെ ബാക്കി ആളുകൾ കണ്ടിട്ടുള്ളത്? പരസ്യമായി മാധ്യമപ്രവർത്തകന്മാരോടാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്, വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് കുഴപ്പം, NEP-യിൽ എന്താണ് കുഴപ്പം എന്ന് അദ്ദേഹം ചോദിച്ചതല്ലേ? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണാത്ത എന്ത് പ്രശ്നമാണ് ഈ സർക്കാരിലെ ബാക്കി ആൾക്കാർ കണ്ടിട്ടുള്ളത്? മാത്രമല്ല, സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര ഗവൺമെന്റുമായി ഒരു ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം സർക്കാരിലെ മറ്റൊരു വിഭാഗം മന്ത്രിമാർ ഞങ്ങളിതറിയില്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വമില്ലാതെയല്ലേ? അപ്പോൾ മുഖ്യമന്ത്രി പറയേണ്ടത്, മുഖ്യമന്ത്രി അറിയാതെയാണോ ഈ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടത്? മുഖ്യമന്ത്രിയാണല്ലോ സർക്കാരിൻ്റെ തലവൻ. മുഖ്യമന്ത്രി അറിയാതെയാണോ വിദ്യാഭ്യാസ വകുപ്പ് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാതെയാണോ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? PMC പദ്ധതികളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെയാണോ ഒപ്പിട്ടത്? ഈ യൂട്ടേണിൻ്റെ കാരണം എന്താണ്? എന്തിനാണ് ഇവർ പുറകോട്ട് പോയത്? ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രിയും പറയണം, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറയണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയെങ്കിലും ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ വേണ്ടി ഈ സർക്കാർ തയ്യാറാവണം. ആരെയാണ് ഗവൺമെന്റ് ഭയപ്പെടുന്നത്? ആരുടെ ഭീഷണിക്ക് മുമ്പിലാണ് ഈ സർക്കാർ മുട്ടുമടക്കുന്നത്? ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മറുപടി പറയണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഈ തീരുമാനം കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സമസ്ത പോലെയുള്ള സംഘടനകൾക്ക് മുമ്പിൽ ഈ ഗവൺമെൻറ് വീണ്ടും മുട്ടുമടക്കുകയാണ്. ഇത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അനുഭവമല്ല, ഒരു സീരീസ് ഓഫ് എപ്പിസോഡുകൾ ഉണ്ട്. ഇതിൻ്റെ അവസാനത്തതാണിത്. ഈ മതമൗലികവാദ സംഘടനകൾ മുന്നിൽ മുട്ടുമടക്കി ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിലൂടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം മുന്നേറാൻ നമുക്ക് കഴിയാതെ വരും. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ മുന്നേറാൻ നമുക്ക് കഴിയാതെ വരും. ദേശീയ വിദ്യാഭ്യാസ നയം നൽകുന്ന ഗുണപരമായിട്ടുള്ള വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അക്കാദമിക് ആനുകൂല്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് നിഷേധിക്കപ്പെടും. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കേരളത്തിന് നിഷേധിക്കപ്പെടും. ഇങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കാകെ നഷ്ടം വരുന്ന ഈ ഒരു തീരുമാനം, ആ തീരുമാനം കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യത വരുത്താൻ
ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്.